പോകുന്നത് മണ്ഡല പരിചയത്തിലേക്കാണ്, പൊന്നാണ്യത്തിന്റെ നാടായ പൊന്നാനിയിലേക്ക്. അപ്പോൾ അറബിക്കടലിന്റെ സൗന്ദര്യത്തിൽ അങ്ങനെ പൊന്നായി നിൽക്കുന്ന നാടാണ് പൊന്നാനി. അത് ലീഗിന്റെ ഒരു പൊന്നാപുരം കോട്ട എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. എന്താണ് കോട്ട, നേരത്തെ കാലത്ത് കോട്ട അല്ലാതിരുന്ന ചരിത്രമൊക്കെ പൊന്നാനിക്ക് പറയാനുണ്ട്. മാത്രമല്ല സാംസ്കാരികമായി തുറമുഖ നഗരം, പുറം നാടുകളുമായി ബന്ധം, അങ്ങനെ സംസ്കാരത്തിൻ്റെ എന്താണ് പാരമ്പര്യ തനിമയുടെയും പൈതൃകത്തിൻ്റെയും ഒക്കെ വലിയ കഥകൾ പറയാനുള്ള നാട് കൂടിയാണ് പൊന്നാനി. ഒരു പ്രത്യേകതയുള്ളത് 53 വർഷത്തിന് ശേഷം CPM പാർട്ടി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ പ്രത്യേകത കൂടി ഇത്തവണ പൊന്നാനിക്കുണ്ട്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കന്ത് കാര്യമെന്ന് പറയുന്ന പോലെയാണ് പൊന്നാനിയുടെ രാഷ്ട്രീയം. 1977 മുതൽ ലീഗ് MP അല്ലാതെ മറ്റാരെയും പൊന്നാനിക്കാർ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. പക്ഷേ EK ഇമ്പിച്ചി ബാവ, CK ചക്രപാണി, MK കൃഷ്ണൻ എന്നീ കമ്മ്യൂണിസ്റ്റുകാരെ കൂടി ജയിപ്പിച്ചു വിട്ട മണ്ണാണിത്. പിന്നീട് ഏറ്റവും കൂടുതൽ CPM സ്വതന്ത്രരെ പരീക്ഷിച്ച മണ്ണുകൂടിയാണിത്. പൊന്നാനിയുടെ ചെങ്കൊടി നഷ്ടപ്പെടാൻ പാർട്ടിക്കുള്ളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും കാരണമായി. 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ബോംബെക്കാരൻ GM ബനാത്വാലയെത്തി ലീഗിൻ്റെ പച്ചക്കൊടി പൊന്നാനിയുടെ ഹൃദയത്തിൽ നാട്ടി. നിറം മങ്ങിയ ചെങ്കൊടി പിന്നീട് ഇതുവരെ പൊന്നാനി കണ്ടിട്ടില്ല. ആ സ്വതന്ത്ര പരീക്ഷണത്തിലേക്ക് 2009 ഹുസൈൻ രണ്ടത്താണിയും 2014 അബ്ദുറഹ്മാനും 2019 PV അൻവറും എത്തി. പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു. ET മുഹമ്മദ് ബഷീറിനൊപ്പം പൊന്നാനി പൊന്നായി നിന്നു. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ, തവനൂർ, പൊന്നാനി നിയോജക മണ്ഡലങ്ങളും പാലക്കാട്ടെ തൃത്താലയും അടങ്ങിയതാണ് ലോക്സഭാ മണ്ഡലം. ഫാറൂഖ് കോളേജിന്റെ തിരുമുറ്റത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനി എന്ന പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ശബ്ദമിടറാതെ പ്രാസംഗികനായി മാറിയത് രാഷ്ട്രീയത്തിലും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു മതേതര സർക്കാർ വന്നിട്ട് രാജ്യത്തിൻ്റെ പഴയ പാരമ്പര്യം വീണ്ടെടുക്കണം. അതിന് ആർക്ക് കഴിയുന്നുള്ള ചോദ്യമാണ്. അത് എല്ലാവർക്കും രാഷ്ട്രീയത്തിൻ്റെ പ്രാഥമിക പാഠമറിയുന്ന കൊച്ചു കുട്ടികൾക്കറിയാം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസ്, കോൺഗ്രസ് അത് അധികാരത്തിൽ വരണം. രാഹുൽ ഗാന്ധിയിലാണ് ഇന്ത്യയുടെ പ്രത്യാശ, വേറൊരാളില്ല. പരീക്ഷണശാലയിലേക്ക് പാർട്ടി ചിഹ്നവുമായി KS ഹംസ വരുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി പൊന്നാനിയും മാറി. 53 വർഷത്തിന് ശേഷമാണ് അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം പൊന്നാനിയിൽ എത്തുന്നത്. തോൽവി ഭയന്നാണ് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്നും മാറിയത് എന്നാണ് CPIM ആരോപണം. താനൂർ, തവനൂർ, പൊന്നാനി, തൃത്താല മണ്ഡലങ്ങളിൽ ഇടത് MLA-മാരാണ്. ഇതിൽ താനൂരും തൃത്താലയും മന്ത്രിമാരുടെ മണ്ഡലങ്ങളാണ്. എന്തുമാത്രം സ്നേഹമാണെന്നോ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും വലിയ സ്വീകരണം തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും നല്ല തിരയിളക്കമുണ്ട്. ഇടതുപക്ഷ ഇത്തവണ പൊന്നാനി മാറ്റിയെടുക്കും. KS ഹംസയ്ക്കും സമദാനിക്കും മുസ്ലിം സംഘടനകളുമായി അടുത്ത ബന്ധമാണ്. AP സമസ്തയുടെ പിന്തുണ ഇത്തവണ KS ഹംസയ്ക്ക് ലഭിക്കുമെന്നതാണ് ഒരു പ്രചാരണം. എന്നാൽ EK സുന്നി വോട്ടുകൾ ഹംസയ്ക്കൊപ്പമെന്ന പ്രചാരണത്തെ തള്ളുകയാണ് സമദാനി. വോട്ടിംഗ് മെഷീനിൽ സമസ്ത വോട്ടുകൾ ഭിന്നിച്ചാൽ പൊന്നാനി ഫലത്തിലും അത് തെളിയും. VT രമയെ നിർത്തി 1,00,000-ലധികം വോട്ടുകളാണ് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ BJP സ്വന്തമാക്കിയത്. 2016 ഗുരുവായൂരിൽ മത്സരിക്കുകയും 2021 പത്രിക തള്ളപ്പെടുകയും ചെയ്ത നിവേദിത സുബ്രഹ്മണ്യനാണ് പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥി. മാതാവും മകളും മഹിളാ മോർച്ച നേതാവായ ചരിത്രവുമുണ്ട്. നിവേദിതയുടെ മാതാവ് രാധാ ബാലകൃഷ്ണൻ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിരുന്നു. ജനങ്ങൾക്ക് മോദിയിലുള്ള വിശ്വാസം, മോദിയുടെ ഗ്യാരണ്ടിയിലുള്ള വിശ്വാസം വളരെ ശക്തമായിട്ട് തന്നെ ഈ മണ്ഡലത്തിലുമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ പ്രചരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പേർഷ്യൻ പൊന്നാണ്യം ഇന്ത്യയിലേക്ക് വന്നത് പൊന്നാനി കടപ്പുറം വഴിയാണ് എന്നാണ് ചരിത്രം. അങ്ങനെ പൊന്നാണ്യത്തിൻ്റെ നാട് പൊന്നാനിയായി എന്ന് വിശ്വസിക്കുന്നവരാണ് സ്ഥലനാമ ചരിത്രകാരന്മാർ ഏറെയും. ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ പൊന്നാനകളെ നടയ്ക്ക് വെച്ചതും കുഞ്ഞാലിമരക്കാർ വാണതും ഈ മണ്ണിലാണ്. ആര് വാണാലും അവർക്കായി പൊന്നാനിക്കാർ ഒരു പൊൻപതകം കരുതി വച്ചിട്ടുണ്ട്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ലീഗിന്റെ വലിയ നേതാവായിരുന്ന KS ഹംസ
ലീഗ് വിടാനുള്ള കാരണങ്ങൾ പ്രധാനം എന്താണ് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി CPM-നോട് വിമർശനം എന്താണ് അതിമൂർച്ച പോരാ എന്ന് പറഞ്ഞ് അവിടെ വിട്ടിറങ്ങിയാണ് പാർട്ടി ചിഹ്നം മത്സരിക്കുന്നത്. പിന്നെ രാഷ്ട്രീയമാണ്, അത് അവസരങ്ങളുടെ കലയാണ് എന്ന് പറയണം. എന്ന് പറയാം മാത്രമല്ല, ഇപ്പം അന്ന് ഈ KSMS പണ്ട് നടത്തിയ പ്രശ്നങ്ങൾ അവിടെ ചില രാഷ്ട്രീയ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ അതിൽ ഒന്ന് കേട്ട ഇങ്ങനെ പറയുന്നത്, അതായത് ഭരണസിരാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കിയ പിണറായി കുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമരമാണ് എന്നൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട് ഹംസ. എന്താവും എന്തോ അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണാതിരിക്കും അല്ലേ?